ഹലോ, ഞാൻ സുനി സജി രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോർച്ച ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുവിന്റെ കൃപയാൽ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. നമ്മുടെ കടയുടെ ഉദ്ഘാടനത്തിന് അന്ന് പ്രേംലു സിനിമയായിരുന്നു ഏറ്റവും നന്നായിട്ട് ഓടിക്കൊണ്ടിരുന്നത്. അപ്പൊ എല്ലാവരും എന്നോട് പറഞ്ഞു, ആ മോളെ ആ ചെറുക്കൻ കൊച്ചിനെ കൊണ്ടുവരാവോന്ന്. നമ്മൾ ഒത്തിരി ശ്രമിച്ചു, നമുക്ക് പറ്റിയില്ല. മമിത, ഞാൻ നമിത എന്ന് അറിഞ്ഞോട്ട് പറഞ്ഞു. എവരാ പറഞ്ഞ മമിത എന്നാണ്, സോറി കേട്ടോ. എന്റെ വിചാരം നമിത എന്നായിരുന്നു. നമ്മളിങ്ങനെ പേര്, അപ്പൊ എവര് പറഞ്ഞു നമിത എന്ന് കൂടെ പറയല, മമിത. അപ്പൊ ആ മോക്കടെ അമ്മ ഇത് എനിക്ക് വിശ്വസിക്കാൻ ഇപ്പോഴും സാധിക്കണില്ല. ആ മോക്കടെ കുഞ്ഞുമ്മ. ഇത് നമുക്കിങ്ങനെ ഇത്രയും വലിയ ആഗ്രഹം യേശുമ്പരാൻ ഈ കുടുംബമായിട്ട് ഇങ്ങനെ യോജിച്ച് വർത്താനം പറയോ, ഇവിടെ ഇത്രയും നേരം എന്നതായിരുന്നോ, ഇതൊരു സംഭവമാണ്. നിങ്ങൾ ചിരി കേട്ടില്ലോ, ഇത്രയും നേരം ഇവിടെ അയ്യോ കുലുങ്ങുമായിരുന്നു കട. ചിരിന്ന് വെച്ച അയ്യോ ഭയങ്കര ഒരു ഇന്നസെന്റ് ഫാമിലി കേട്ടോ. ആ മോഡലുടെ അഭിനയം കാണുമ്പോൾ നമുക്ക് നാച്ചുറാലിറ്റി തോന്നൂലേ, ഇവര് അതുപോലെ തന്നെ കേട്ടോ. ഭയങ്കര നമുക്കൊരു സിമ്പിള്. ഞാൻ ഓർക്കില്ല, ഒരു ഫിലിം സ്റ്റാറിന്റെ അമ്മയാണെങ്കിൽ ഞാൻ എന്താ വെറുതെയാണ് ഏതാണ്ട് എന്നെ കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കുന്നു. അതാ ഏതിനാ, കഴുതയ്ക്കാണോ? എന്നാ ഏതാണ്ടിന് കൊമ്പ് കൊടുക്കൂലെന്ന് പറഞ്ഞാൽ എനിക്ക് തരാത്ത, എനിക്ക് അറിഞ്ഞൂടാ. ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. ഇത് നിങ്ങള് കുറെ നേരം കഴിഞ്ഞാൽ മനസ്സിലായത്. എന്റെ ദൈവമേ, എനിക്ക് പിന്നെയും വിശ്വസിച്ചു. ഞാൻ പിന്നെയും ചോദിക്കുക, ആ മോളുടെ അമ്മയാണോ? അപ്പൊ അത്ര സിമ്പിള്. കുഞ്ഞമ്മയാങ്കി ഒരു സംഭവ ബഹുലമാട്ടോ. ഈ കട ഇത്രയും നേരം ചിരിച്ച് ഞങ്ങളുടെ കണ്ണിക്കട ഇവര് ചേടത്തിയനീത്തിയാട്ടോ. ഇങ്ങനെ എന്ത് രസാലേ. ഇന്ന് അപ്പടിയും ചേടത്തിയനീത്തിമാര് ഇച്ചിരി എടുത്തുമ്പോ തൃപ്പൂണിത്തറേന്ന് വന്ന് പോയുള്ളൂ. ഇങ്ങനെ എനിക്കിന്ന് ഭയങ്കര മനോഹരമായ ദിവസമായിരുന്നു യേശുമ്പരാൻ സമ്മാനിച്ചത്. അപ്പൊ അവര് സെലക്ട് ചെയ്താട്ടോ. ഇതൊന്നുമല്ല, ഞാൻ എല്ലാം കാണിച്ചു കൊടുത്ത മൊത്തം വീടിരിക്കുവാണ്. ഇത് ഒരാളെടുത്തത്, ഇത്രയും ഒരാളെടുത്തേക്കണതാണ്. അത് ബില്ലൊക്കെ ആക്കി ഞങ്ങൾ വീഡിയോ പിടിക്കാൻ എല്ലാം സെലക്ട് ചെയ്ത്. ഇനി നമ്മുടെ സെലക്ഷനൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അവരെ കൊണ്ട് പറയിക്കണേ. വീഡിയോ പിടിച്ചപ്പോഴേ പറഞ്ഞു ഞാനൊന്നും സംസാരിക്കാൻ അവസരം കൊടുക്കണില്ല എന്നും പറഞ്ഞ ഈ പിള്ളേര് എന്നോട് അധികം സംസാരിക്കരുതെന്നാ പറഞ്ഞേക്കണേ. അവരെ കൊണ്ട് സംസാരിപ്പിക്കണം എന്നാ പറഞ്ഞേക്കണേ. ഇവരെടുത്തേക്കണേ എന്നാക്കിയെന്നറിയാൻ പാടില്ലേ. അനീത്തി എടുത്തേക്കണത് അപ്പടിയും അധികവും 18 ക്യാരറ്റ് ആട്ടോ. 2 ബാങ്കിലെടുത്തു, സൂചി നൂല് കമ്മലെടുത്തു, ബ്രേസ്ലെറ്റ് എടുത്തു 2 നെക്ലേസ് 2 എല്ലാം 18 ക്യാരറ്റാ. പേളിന്റെ സ്റ്റഡ്, അത് ഡയമണ്ട് റിങ് എടുത്തു. അങ്ങനെ പിന്നെ മോക്കടെ മമിതയുടെ അമ്മ എടുത്തേക്കണ മുക്കൂത്തി, നമ്മളുടെ മുക്കൂത്തി ആട്ടോ ഇട്ടീച്ചേക്കണേ. അത് 2 നോസ്പിൻ ഡയമണ്ടിന്റെ എടുത്തു, പെൻഡന്റ് എടുത്തു, പിന്നെ ആ പേളിന്റെ നെക്ലേസ് അത് ഒരെണ്ണം എടുത്തു, പിന്നെ 18 ക്യാരറ്റിന്റെ ഒരു ചെയിനും എടുത്തു. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ അവരെടുത്തു ഓരോന്ന്. അപ്പോൾ ഞാൻ ഇവരെ കണ്ട വെപ്രാളത്തിൽ വീഡിയോ പിടിച്ചപ്പോൾ ഓരോ ഐറ്റം പറയാൻ വിട്ടുപോയി. അപ്പോൾ രണ്ടുപേരുടെ എന്തായാലും നല്ലൊരു പർച്ചേസ് നമുക്ക് യേശുവിൻ്റെ കൃപയാ കിട്ടി. ഞങ്ങളുടെ സെലക്ഷനൊക്കെ എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ ഈ വർത്തമാനം കേട്ട് വന്നതാണ്. സ്തോത്രം. ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല ഒത്തിരി സെലക്ഷൻ ഉണ്ട്. ഒത്തിരി ഉണ്ട്. എല്ലാം നല്ല വെറൈറ്റി ആയിട്ട്, ലൈറ്റ് വെയിറ്റിന്റെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പേഴ്സ് കാലിയായി. അവിടെ എങ്ങനെയൊന്നും അഭിപ്രായം പറഞ്ഞേ? ഒത്തിരി നല്ല കളക്ഷന്, ഒത്തിരി ഇഷ്ടപ്പെട്ടു. സ്റ്റാഫ് ആണെങ്കിലും ഒത്തിരി നല്ലത്. നമുക്ക് നല്ല അറ്റ്മോസ്ഫിയർ, എല്ലാം കൊണ്ടും നല്ലത്. ഈ രേവതി പറയുമ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളെ ഇച്ചിരി തള്ളായിരിക്കും ഓർത്ത, പക്ഷേ വന്ന് കണ്ടപ്പം സൂപ്പർ. അപ്പൊ ഞാൻ പറയുമ്പോ തള്ളാതൊക്കെ എനിക്ക് വല്ല ഉള്ളിലുള്ള വിളിച്ചു പറയുന്ന ആളാട്ടോ. അപ്പോ ഇങ്ങനെ ഒത്തിരി